ഹിറ്റ് മേക്കർ രഞ്ജിൻ രാജ്. നമസ്കാരം. മിക്കവരും കാണുമ്പോൾ പൂമുത്തോളെ ആദ്യം പറയാറുണ്ട്. പൂമുത്തോളെ നീയെരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി. ഒന്നാമത്തെ കാര്യം എൻ്റെ ആദ്യ പാട്ടായതുകൊണ്ടും പിന്നെ ആ പാട്ട് ഇത്രയധികം കണക്ട് ആയതുകൊണ്ടും, അതും ഫസ്റ്റ് സോങ് ഒരു ഹിറ്റ് ആവുമ്പോൾ, അതായത് എല്ലാ ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു മാസീവ് ഹിറ്റായി മാറുന്ന സമയത്ത് എന്തായാലും അത് ക്രിയേറ്റ് ചെയ്ത ആളെ കാണുമ്പോൾ അത് തന്നെ കൂടുതൽ ഓർമ്മ വരാൻ സാധ്യത. ഒരു പാട്ട് സ്വന്തമായിട്ട് സംവിധാനം ചെയ്യുക അല്ലെങ്കിൽ പാടാൻ പറ്റുക, നമ്മുടെ അല്ലെ സ്ക്രീനിൽ നമ്മുടെ പേര് തെളിഞ്ഞു കാണുക, അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും അതിനാണല്ലോ നമ്മൾ. സ്റ്റാർ സിംഗറിൽ അന്ന് ശരത് സർ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു സംഗതികളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ. അതായത് സാധാരണക്കാർക്ക് സംഗതി എന്ന വേർഡ് കിട്ടിയതും ഈ പറഞ്ഞ ഷഡ്ജം ഋഷഭം അതെല്ലാം മനസ്സിലായതും ശരത് സാർ ഒന്ന് റിപ്പീറ്റഡ് വാല്യൂ ഇല്ലാത്തതുപോലെ. അപ്പോൾ ഈ പഴയ മ്യൂസിക്കിന് അത്രയും റിപ്പീറ്റഡ് വാല്യൂ ഇന്ന് അത് ഒരു പരിധി വരെ ഉണ്ടെങ്കിൽ പോലും കുറഞ്ഞിട്ടുണ്ട് അല്ലേ, വലിയ തോതിൽ. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, ഇത് എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് നല്ല പാട്ട് ഉണ്ടാവുന്നത്. നമ്മൾ നല്ല പാട്ടുകൾ ചെയ്താലും സിനിമയിലെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എത്താതെ പോവാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സിനിമ ഹിറ്റാവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മ്യൂസിക്കും ശ്രദ്ധിക്കപ്പെടുന്നത്. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ. ഹായ്, ഹലോ, വെൽക്കം ടു സെല്ലുലോയിഡ്. ദിസ് ഈസ് നിമിഷ റാം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു സംഗീത സംവിധായകനാണ്, ഒരു ഗായകനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഹിറ്റ് മേക്കർ രഞ്ജിൻ രാജ്. നമസ്കാരം. ഭയങ്കര ഇൻട്രൊഡക്ഷൻ ആണ്. ഞാൻ എപ്പോൾ ഇൻട്രോ പറഞ്ഞാലും തെറ്റിക്കും. ഞാനിങ്ങനെ വലിയ ഇൻട്രോ കൂടുതലായിട്ട് പുകഴ്ത്തുന്നതുകൊണ്ടാണ്. അല്ല, ചില ആൾക്കാരെ കണ്ടാൽ നമുക്ക് എന്തൊക്കെ വിശേഷിപ്പിക്കണം എന്നറിയില്ല. ഇപ്പൊ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ, ബിക്കോസ് എസ്പെഷ്യലി രഞ്ജിൻ ചേട്ടൻ എന്ന് പറയുന്നത് സംവിധായകനാണ്, ഗായകനാണ്, നമ്മൾക്ക് ഒരുപാട് ഹിറ്റ് സമ്മാനിച്ച ആളാണ്. അപ്പം എനിക്ക് എന്തൊക്കെ വിശേഷിപ്പിച്ചാലും മതിയാവില്ല. ആരെങ്കിലും ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഈ പാട്ട് ഓർത്താണ് ഓർമ്മ വരാറുണ്ട്, അങ്ങനെ പറയാറുണ്ടോ? മിക്കവരും കാണുമ്പോൾ പൂമുത്തോളെ ആദ്യം പറയാറുണ്ട്. അവരുടെ എന്നെ കാണുമ്പോൾ മിക്കവർക്കും ഓർമ്മ വരുന്ന പാട്ട് അതാണ്. അതെ, ഒന്നാമത്തെ കാര്യം എൻ്റെ ആദ്യ പാട്ടായതുകൊണ്ടും പിന്നെ ആ പാട്ട് ഇത്രയധികം കണക്ട് ആയതുകൊണ്ടും ഇത്രയധികം അപ്രീസിയേഷൻ കിട്ടിയതും കൊണ്ടും എപ്പോഴും ഫസ്റ്റ് സോങ്ങിന് എന്നും അതും ഫസ്റ്റ് സോങ് ഒരു ഹിറ്റ് ആവുമ്പോൾ, അതായത് എല്ലാ ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു മാസീവ് ഹിറ്റായി മാറുന്ന സമയത്ത് എന്തായാലും അത് ക്രിയേറ്റ് ചെയ്ത ആളെ കാണുമ്പോൾ അത് തന്നെ കൂടുതൽ ഓർമ്മ വരാൻ സാധ്യത. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്നേഹം എന്നും ഈ പറഞ്ഞ സിനിമാക്കാരോ സിനിമാ താരങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, സാധാരണക്കാരായ സംഗീത ആസ്വാദകരുടെയും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നത്. അങ്ങനെ എല്ലാവരും പറയാറുണ്ട്. ശരിക്കും വലിയൊരു അനുഗ്രഹമാണല്ലേ. അതായത് ഒരു സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോ, എനിക്ക് തോന്നുന്നു നമ്മുടെ തുടക്കത്തിൽ ഈ ഗന്ധർവ സംഗീതം അതുപോലെ സ്റ്റാർ സിംഗർ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഗന്ധർവ സംഗീതത്തിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2 തവണ പോയിട്ടുണ്ട്. 8th പഠിക്കുമ്പോഴും പോയിട്ടുണ്ട്, 11th പഠിക്കുമ്പോഴും പോയിട്ടുണ്ട്. മാളവികയുടെ ഒക്കെ ആ ഒരു സീസണിലുണ്ടായിരുന്നു കുറേ പേര്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സ്റ്റാർ സിംഗറിൽ തന്നെ എൻ്റെ കൂടെ പാടിക്കൊണ്ടിരുന്ന കോ കണ്ടസ്റ്റൻസ് മിക്ക ആൾക്കാരും അന്ന് ഗന്ധർവ സംഗീതത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ഈ സ്റ്റാർ സിംഗർ പോലുള്ള ഒരു വേദിയിൽ നിന്ന് ഫിലിമിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു പാടി എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് എന്തൊക്കെയായിരുന്നു, ഒരു മാറ്റങ്ങൾ എന്തായിരുന്നു? അല്ല, സ്റ്റാർ സിംഗർ വേദി നമ്മുടെ ഒരു വളരെയധികം ഷൈ ആയിട്ട് നിന്നൊരു പാട്ടുകാരനാണ് ഞാൻ. പേടി എനിക്ക് എപ്പോഴും ഗന്ധർവ സംഗീതത്തിലൊക്കെ പാടാൻ പോകുന്ന സമയത്ത്. എൻ്റെ അമ്മയൊക്കെ പണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ച കുറേ വീഡിയോസൊക്കെ തിരഞ്ഞാൽ കിട്ടുമായിരിക്കാം. പഴയ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടായിരുന്നു. CD ഒക്കെ റൈറ്റ് ചെയ്ത് വെക്കും അമ്മ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊക്കെ നോക്കി അറിയാം. അപ്പോൾ ഇങ്ങനെ കൈവറച്ചുകൊണ്ട് പാടുന്ന ആളാണ് ഞാൻ ഗന്ധർവ സംഗീതത്തിലൊക്കെ പാടുമ്പോൾ. അപ്പോൾ ആ ഒരു പേടി കുറേയൊക്കെ ബ്രേക്ക് ചെയ്യാൻ സ്റ്റാർ സിംഗറിൽ വന്നപ്പോൾ പറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടെ ബിഗർ സ്റ്റേജ് ആണല്ലോ. അപ്പോൾ എന്താ പറയുക, നീന്താൻ അറിയാത്ത ആളെ പിടിച്ച് വെള്ളത്തിലിടുന്ന പോലെയാണ് സ്റ്റാർ സിംഗർ വേദി. അത്രയും ബിഗർ സ്റ്റേജിൽ നമ്മൾ പോയിട്ട് പാടും. ചെറിയ വേദി തന്നെ കൈവറയ്ക്കുന്ന ഞാൻ അത്രയും വലിയ സ്റ്റേജിൽ ഒറ്റയ്ക്ക് ഇത്രയും വലിയ ജഡ്ജസിൻ്റെ മുന്നിൽ സിംഗിൾ ടേക്കിൽ എത്രയോ ക്യാമറകളുടെ ഫ്രണ്ടിൽ നമ്മൾ പാടുമ്പോൾ ഒരു പേടി നന്നായിട്ടുണ്ടാവും. അപ്പോൾ ആ
ആ ഒരു തീവ്രത മറികടക്കുമ്പോൾ കിട്ടുന്ന പേടി മാറുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറച്ചിട്ടാ. എപ്പോഴും എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പേടിത്തൊണ്ടനാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. എപ്പോഴും സ്റ്റേജ് എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. സ്റ്റേജ് ഫിയർ എപ്പോഴും ഉണ്ട് എനിക്ക്. അതിപ്പം പക്ഷെ വൺസ് അതൊന്ന് ആദ്യത്തെ ഒരു 1-2 പാട്ട്, ഞാൻ കുറേ ഗാനമേളകൾ ചെയ്തിട്ടുണ്ട്. ഒരു ആദ്യത്തെ 1-2 പാട്ടുകളാണ് അതുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തകർക്കും. പക്ഷെ ആദ്യത്തെ 1-2 പാട്ട് എനിക്ക് ഇതപ്പ് വെള്ളി വീഴുമോ ആ ഒരു കോൺഷ്യസ്നെസ് ഭയങ്കര കൂടുതലാണ്. അതിപ്പോ കുഴപ്പമില്ലേ, ലാലേട്ടൻ പോലും സ്റ്റേജിൽ കയറി കഴിഞ്ഞ ഒരു ചെറിയ നാളൊക്കെ ഉണ്ടല്ലേ. ആ ഒരു പേടി അത് കുറേയൊക്കെ മറികടക്കാൻ ഈ സ്റ്റാർ സിംഗർ വേദി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റാർ സിംഗറിൽ അന്ന് ശരത് സാർ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു സംഗതികളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ അതായത് സാധാരണക്കാർക്ക് സംഗതി എന്ന വേർഡ് കിട്ടിയതും അതെ ഈ പറഞ്ഞ ഷഡ്ജം ഋഷഭം അതെല്ലാം മനസ്സിലായതും ശരത് സാർ ഒന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടും ഒക്കെയാണ്. അതെ. അതിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശരത് സാറിൻ്റെ സംഗതി എനിക്കൊന്ന് ഇങ്ങനെ പാട്ട് ഇപ്പോഴും വെറുതെ പാടുന്നതല്ലാതെ കുറച്ചും കൂടെ നമ്മൾക്ക് ഡാൻസ് ഒക്കെ ചെയ്ത് പാടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എക്സ്പ്രഷൻ മുഖത്ത് കൊണ്ടുവരണം, അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എനിക്കതൊക്കെ ബുദ്ധിമുട്ടാ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതെല്ലാം. ചിലപ്പോൾ ഒരുപക്ഷെ നല്ല ഗായകനായിരിക്കും, പക്ഷെ പെർഫോമർ ആയിരിക്കത്തില്ല. ഞാൻ ഒട്ടുമല്ല. ഒന്നാമത് ഇങ്ങനെ തോട്ടി പോലെ ഹൈറ്റും ഒക്കെയാണ്. ഇപ്പോഴും ഇനി കുറച്ച് തടിയൊക്കെ ഉണ്ട്, അത് ഞാൻ മെലിഞ്ഞ് ഉണങ്ങിയിട്ടാണ്. അപ്പോൾ ആ ഹൈറ്റും ഇങ്ങനെ കൂഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഞാൻ അമിതാഭ് ബച്ചൻ പോലത്തെ ഹൈറ്റും മെലിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. പോയി ഡാൻസ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് തന്നെ ഒട്ടും കൺവിൻസിങ് അല്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടൊക്കെ. പക്ഷെ അതാ പറഞ്ഞ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പേടി ബ്രേക്ക് ചെയ്യുന്നത്, നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നത് അങ്ങനെ. അതെ, ഒരുപാട് പേര് തന്നെ നെഗറ്റീവ് പറയും. എന്തുകൊണ്ട് ഒരു പെർഫോമർ ആവേണ്ട ആവശ്യം എന്താ? നല്ല ഗായകനായിരിക്കും, പക്ഷെ പെർഫോമർ ആയിരിക്കത്തില്ല. അപ്പോഴത് രണ്ടും കൂടെയാണ് ഇപ്പൊ സ്റ്റാർ സിംഗറിൽ വിജയനെ തീരുമാനിക്കുന്നത്. അന്ന് അതിൽ വരുന്ന നെഗറ്റീവ് എന്ന് പറയുന്നത് നല്ല ഗായകനായാൽ പോരെ, ഇവരെന്തിനായി. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ ഒരു കമേഴ്ഷ്യൽ ഇതും കൂടെ അതിലുണ്ടാവും. പക്ഷേ നല്ല പാട്ടുകാരെ എപ്പോഴും ഈ സ്റ്റാർ സിംഗറിലൊന്നും അവര് കളഞ്ഞിട്ടില്ല. പെർഫോം ചെയ്യാത്ത കൊണ്ട് മാത്രം നല്ല പാട്ടുകാർ ഔട്ടായി പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിന്റെ പിന്നിൽ ഇതായിരിക്കാം നമ്മുടെ സ്റ്റേജ് ഫിയർ ഒക്കെ മാറിയിട്ട്. നല്ലതാ, നമുക്ക് കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യും. ഇപ്പൊ റാഗിങ് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, എനിക്ക് റാഗിങ് ഫസ്റ്റ് ഇയറിൽ പോയപ്പോൾ കിട്ടിയപ്പോൾ ഒരു പേടി മാറി ആ കോളേജിൽ പോകാനുള്ള. അതിനേക്കാളുപരി ഞാൻ കുറച്ച് വലിയ കുട്ടിയായി, സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് എത്തി എന്ന കോൺഫിഡൻസ് ആദ്യത്തെ 1-2 മാസം കഴിയുമ്പോഴാണ് എനിക്കുണ്ടാവും. അത് ആ റാഗിങ് കിട്ടി പുറത്തേക്ക് വന്നപ്പോഴാണ്. അതേപോലെ സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ അതിനേക്കാളും വലുതായി നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ജൂനിയേഴ്സ് വരുമ്പോൾ. അപ്പോൾ അതുപോലെയുള്ള ഒരു ചെറിയൊരു കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയത് നല്ലതിനാണ് അതെല്ലാം. സ്റ്റാർ സിംഗറിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും പെർഫോം ചെയ്യാത്ത കൊണ്ട് നല്ല പാട്ടുകാരെ കളയുന്ന എനിക്ക് തോന്നുന്നില്ല. അതേപോലെ നിത്യഹരിത ഗായകൻ ജോസഫ് ഒരേ ദിവസമായിരുന്നു റിലീസ്. ഈ രണ്ടിലും ചേട്ടൻ്റെ പങ്കുണ്ട്. അപ്പോൾ അതിനെ ആ ഒരു വലിയ സൗഭാഗ്യമല്ലേ, തുടക്കക്കാർക്ക് ആർക്കും കിട്ടാത്തൊരു വലിയ സൗഭാഗ്യം കിട്ടിയതിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്ത രണ്ട് പടങ്ങൾ ഒരു ദിവസം റിലീസായി എന്നുള്ളതാണ്. പലവടിയും പറഞ്ഞിട്ടുണ്ട്. നവംബർ 16 ആണ് ഡേറ്റ്, 2018. അപ്പോൾ ജോസഫാണ് പക്ഷേ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിയത് മ്യൂസിക്കലി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിത്യഹരിനായൻ്റെ പാട്ടിൽ ഞാൻ വളരെ സ്നേഹത്തോടെ ചെയ്തതാണ്. പക്ഷേ ജോസഫ് ഇത്രയും ഹിറ്റായപ്പോൾ തന്നെ ബാക്കിയെല്ലാം അതിൽ മറഞ്ഞുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ തന്നെ വേറെ പാട്ടിൽ താന്ന് കിടന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പുറത്ത് എൻ്റെ പാട്ടുകൾ തന്നെയാണല്ലോ, അപ്പോൾ സന്തോഷവും ഇപ്പുറത്ത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ലേ എന്നുള്ളൊരു ടെൻഷനും രണ്ടും കൂടെ കലർന്നൊരു മാനസികാവസ്ഥ. ഇല്ല, പക്ഷെ രണ്ടും സ്വന്തം പാട്ടുകളായതുകൊണ്ട് തന്നെ ഒരു പാട്ട് സ്വന്തമായിട്ട് സംവിധാനം ചെയ്യുക അല്ലെങ്കിൽ പാടാൻ പറ്റുക, നമ്മുടെ അല്ലെ സ്ക്രീനിൽ നമ്മുടെ പേര് തെളിഞ്ഞു കാണുക, അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും അതിനാണല്ലോ നമ്മൾ ഈ സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ടുള്ള ഒരു 10 വർഷത്തെ ജേർണി ഈ പറഞ്ഞ മ്യൂസിക് ഡയറക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ജേർണി ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി ഫ്രം 2011 to 2018 ഒരു 7 വർഷത്തെ അതികഠിനമായ ജേർണി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ സ്റ്റാർ സിംഗറിൽ പാടുമ്പോൾ സംവിധായകൻ ആകണം, മ്യൂസിക് ഡയറക്ടർ ആകണം എന്നായിരുന്നോ അതോ ഗായകനായിട്ട് അറിയപ്പെടണം എന്നായിരുന്നു? എനിക്ക് മ്യൂസിക് ഡയറക്ഷനോട് സ്റ്റാർ സിംഗറിൽ വന്നപ്പോൾ എന്നല്ല, ഞാൻ മ്യൂസിക്കിനെ പറ്റി കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയ കാലം തൊട്ട് 4ാം ക്ലാസ് 5ാം ക്ലാസ് തൊട്ട് ഞാൻ ചിന്തിക്കുന്നത് മ്യൂസിക് ഡയറക്ടർ ആവണം തന്നെയാണ്. ലിറിക്സും എഴുതുമായിരുന്നു ഞാൻ ആ സമയത്ത്. ഇപ്പോഴും ഞാൻ ലിറിക്സൊക്കെ അത്യാവശ്യമൊക്കെ എൻ്റെ കമ്പോസിങ്ങിൽ തന്നെ ഓട്ടോമാറ്റിക്കലി എഴുതി പോവാറൊക്കെ ഉണ്ട്. പക്ഷെ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും മ്യൂസിക് ഡയറക്ഷനിൽ തന്നെ. ഇങ്ങനെ ഈ ഒരു സംഗീതം സംവിധാനം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ രാഗങ്ങൾക്കാണോ വരികൾക്കാണോ ഏതിനാ ഈ പ്രാധാന്യം കൊടുക്കുക? അല്ല, ഇത് എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് നല്ല പാട്ട് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ നല്ല പാട്ടുകൾ ചെയ്താലും സിനിമയിലെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എത്താതെ പോവാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സിനിമ ഹിറ്റാവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മ്യൂസിക്കും ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആകുമ്പോൾ, ബാലൻസ് കറക്റ്റ് ആകുമ്പോൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഗ്രാമിങ്ങും അതിൻ്റെ സൗണ്ടിങ്ങും
ഓർക്കസ്ട്രേഷനും വരികളും അതിനേക്കാട്ടിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് വരികൾക്കും പാടുന്ന ആൾക്കും സംഗീതത്തിനും. വരികൾക്കുപരി ചില സമയത്ത് നമ്മൾക്ക് ഈ സോങ്ങിന്റെ ഈണത്തിൽ വല്ലാതെ നമ്മളിങ്ങനെ അഡിക്റ്റഡ് ആയി പോവാറുണ്ട് അല്ലേ? ഇതെല്ലാം കൂടെ ഈക്വൽ അളവിൽ കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമേ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. ഏതിനാന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ അളവുണ്ട്. ചിലത് ഇത്രയായിരിക്കും, ചിലത് ഇത്രയായിരിക്കും. പക്ഷെ ഇതെല്ലാം കൂടെ കറക്റ്റ് കോമ്പിനേഷനിൽ വർക്കൗട്ട് ആയാൽ കാണാൻ ഭംഗിയുള്ളൊരു സോങ് ആയിട്ട് അത് മാറുള്ളൂ. ഞാൻ ഈ മ്യൂസിക്കിൻ്റെ എസ്പെഷ്യലി പറയുകയാണ്, പണ്ടൊക്കെ നമ്മൾ പറയും എവർഗ്രീൻ ഹിറ്റ്സ് എന്ന് പറയും. നമ്മളിപ്പോഴും ഇപ്പം 90s കിഡ്സ് ഒക്കെ എസ്പെഷ്യലി ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലേ പഴയ പാട്ടുകളാണ് കേൾക്കാൻ ഇഷ്ടപ്പെടുക. അതിൻ്റെ പ്രത്യേക ഭംഗി തോന്നാറുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ വരുന്ന പല പാട്ടുകളും ഒരു ട്രെൻഡിനനുസരിച്ച് ആ ടൈമിൽ ഒരു ട്രെൻഡി ആയിരിക്കും, പക്ഷെ അത് ഔട്ട്ഡേറ്റഡ് ആയി പോകും, ഒരു റിപ്പീറ്റഡ് വാല്യൂ ഇല്ലാത്തതുപോലെ. അപ്പോൾ ഈ പഴയ മ്യൂസിക്കിന് അത്രയും റിപ്പീറ്റഡ് വാല്യൂ ഇന്ന് അത് ഒരു പരിധി വരെ ഉണ്ടെങ്കിൽ പോലും കുറഞ്ഞിട്ടുണ്ട് അല്ലേ, വലിയ തോതിൽ. അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് ചിന്തിക്കുന്നത്? അതിനെപ്പറ്റി നമ്മൾ പറയാൻ ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി കമൽ സാറിനെ മീറ്റ് ചെയ്തപ്പോൾ കുറേ നേരം സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പണ്ടൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 25 കൊല്ലമായിരുന്നു അതിൻ്റെ ഒരു പീരീഡ്. പിന്നെ അതൊരു 10 കൊല്ലമായി മാറി, പിന്നെ ഒരു 5 കൊല്ലമായി മാറി, ഇപ്പോൾ ഒരു വർഷമോ 2 മാസമോ 3 മാസമൊക്കെ ആയിട്ട് അത് കുറഞ്ഞു. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ ടേസ്റ്റ്, അതിൻ്റെ കാരണം ആൾക്കാർക്ക് കാണാനും കേൾക്കാനുമുള്ള ഓപ്ഷൻസ് ഒരുപാട് ഉണ്ട് എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെയാണ് ഡിനൈ ചെയ്യാനോ അത് ഇല്ലെന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. അത് റിയാലിറ്റിയാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ പിന്നെ ട്രെൻഡിൻ്റെ പുറകെ പോകുന്ന പരിപാടികളില്ല. ട്രെൻഡ് എന്നൊന്നും ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പിന്നെ ഞാൻ പറയും, ഇപ്പോൾ വാഴ എന്ന് പറഞ്ഞ സിനിമ, അതിൽ കുറേ നല്ല പാട്ടുകളും നല്ല കുറേ മ്യൂസീഷ്യൻസും ഉണ്ടായി. ഭയങ്കരമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന അഡ്മയർ ചെയ്യുന്നൊരു കാര്യമാണ് ഞാനത്. അപ്പോൾ അത് സംഭവിക്കുമ്പോൾ അവിടെ ഒരാൾ ഒരു ഇലക്ട്രോണിക്കലി എന്ന് പറയുന്ന മോഹിനിയാട്ടമൊക്കെ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ട വർക്കാണ് അത്. അപ്പോൾ അദ്ദേഹം ഒരു പാട്ട് ചെയ്യുമ്പോൾ ആ പാട്ട് പുള്ളിയുടെ കൺസെപ്റ്റിലല്ല പുള്ളി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിയുടെ ബ്രെയിൻ യൂസ് ചെയ്ത് പുള്ളിയുടെ പ്രോസസ്സിലായിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പം ഞാൻ അതിൻ്റെ പുറകെ പോയാൽ എനിക്ക് ആ ബ്രെയിൻ അല്ലല്ലോ ഉള്ളത്. അപ്പം ഞാൻ അതിൻ്റെ പുറകെ പോയിട്ട് എന്താ കാര്യം? അപ്പം ഞാനത് ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കുള്ളൂ. അത് വർക്കൗട്ട് ആവില്ല. ഞാൻ എൻ്റെ ബ്രെയിൻ പ്രോസസ്സിൽ കൂടെ വേണ്ട ഞാൻ ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ എവറിത്തിങ് പുള്ളി ചെയ്തത് പുള്ളി ജെന്യൂൻ ആയിട്ടാണ്. ഞാൻ പൂമുത്തോളെ ചെയ്തതോ അല്ലെങ്കിൽ എന്നോമൽ നിധിയല്ലേ ചെയ്തതോ ഷോണമുഖിലെ ചെയ്തതോ പേസും മഴയെ ചെയ്തതോ സായന തീരങ്ങളിൽ ചെയ്തതോ പാതി പാതി ചെയ്തതോ എല്ലാം ഞാൻ ജെന്യൂൻ ആയിട്ടാണ്. അല്ലെങ്കിൽ മാളയപൂർവ്വം ചെയ്തതോ സുമതി വളവ് ചെയ്തതോ എവറിത്തിങ് അത് എന്റെ സ്റ്റൈലാണ്. അത് ചിലപ്പോൾ വേറൊരാൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ ചിലപ്പോൾ വർക്കൗട്ട് ആവണമെന്നും ഇല്ല. ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ടോട്ടലി ആ ഒരു ആളെ ബേസ് ചെയ്തിട്ടാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ട്രെൻഡ് എന്ന് പറയുന്ന ആ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണല്ലോ. അവരും വിചാരിച്ച് ട്രെൻഡ് ആക്കണമെന്ന് ചെയ്ത കാര്യമൊന്നുമല്ല. ട്രെൻഡ് എന്ന് പറഞ്ഞത് ആ സമയത്ത് സക്സസ്ഫുൾ ആവുന്ന ഒരു ഫോർമുല മാത്രമാണ് ട്രെൻഡ്, അല്ലേ? പൂമുത്തോളി ഇറങ്ങുമ്പോൾ പൂമുത്തോളി ട്രെൻഡ് ആയില്ലേ? ഇപ്പോഴും ആണല്ലോ. പൂമുത്തോളി ട്രെൻഡ് ആവേണ്ട പുതിയൊരു സാധനമാണോ? അല്ല. 80കളിലും വെക്കാവുന്ന ഒരു സോങ് ആണ്. ഇപ്പോഴും വെച്ചില്ലേ? അപ്പോൾ ട്രെൻഡായി മാറിയത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഇമോഷൻസ് പ്രോപ്പർലി ജെന്യൂൻലി ഞാൻ കൺവേ ചെയ്തുകൊണ്ട് മാത്രമാണ്. അതാണ് ട്രെൻഡ്. ജെന്യൂനിറ്റിയാണ് ട്രെൻഡ്, അല്ലാതെ നത്തിങ് മോർ ദാൻ ദാറ്റ്. ഞാനപ്പോൾ അതിലാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ വർക്ക് പ്രോസസ്സും അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ വർക്കിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ട്രെൻഡ് ആവുകയാണെങ്കിൽ ട്രെൻഡ് ആവും. അത് രഞ്ജിൻ ചേട്ടൻ്റെ പൂമുത്തോളെ എന്തായാലും ഒരു വരികൾ കേൾക്കാതെ മുന്നോട്ട് പോകാൻ തീരാൻ പറ്റില്ല. എനിക്ക് എന്താ പറയുക, അത് നമ്മുടെ ജീവിതം മാറ്റിമറിച്ചൊരു പാട്ടാണ്. പിന്നെ ആ പാട്ടിന് ഇന്നും എല്ലാ മലയാളികളുടെ മനസ്സിലൊരു സ്ഥാനമുണ്ടെന്ന്. ഇപ്പോൾ എവിടെ പോയാലും, എത്ര കുഗ്രാമങ്ങളിൽ പോയാലും, സിനിമ അധികം കാണാത്ത അറ്റത്തേക്ക് പോയാലും പൂമുത്തോളെ അറിയാത്ത ആൾക്കാരില്ല എന്നുള്ളത്. അതിനിപ്പോൾ ആർക്കും തേച്ച് മാറ്റി കളയാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അപ്പോൾ എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനം, അല്ലെങ്കിൽ ദൈവം തന്ന വലിയൊരു സമ്മാനമാണ് പൂമുത്തോളെ എന്ന് പറയുന്നത്. പൂമുത്തോളെ നീയെരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി, മാറത്തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി, മാനത്തോളം മഴവില്ലായി വളരേണം നിൻമണി. Such a beautiful conversation. Thank you. ഇത് ആൾക്കാർ ഏറ്റെടുത്തില്ലെങ്കിലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 2017-18 ആ ഒരു ആ ടൈമിൽ എനിക്കത് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സോങ് ആണ്.
താങ്ക് ആ സമയത്ത് ഒരുപാട് കേട്ടിട്ടുണ്ടാവും റിപ്പീറ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിലോട്ട് കൂടെ ഞാൻ തിരിച്ചു പോകും അത് കേൾക്കുന്ന സമയത്ത്. യു. അതേപോലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് എന്നോമൽ നിധിയല്ലേ. ഇതിലൊക്കെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഭയങ്കര ആ മെലഡി ടച്ചിന്റെ കൂടെ ഒരു വികാരങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിലെന്താ പ്രണയവും വിഷമവും ആ ഒരു കോമ്പിനേഷൻ ഉണ്ട് അതിന്റെ. ഇപ്പോഴ് ഒരാളെ കൊണ്ട് ഈ പാട്ട് നമ്മൾ വിജയ് യേശുദാസ് ആണ് പൂത്തോളെ വിജയാണ് പാടിയത്. എന്നോമൽ നിധിയല്ലേ മധു ബാലകൃഷ്ണൻ ചേട്ടനാണ് പാടിയത്. അപ്പോൾ ഇങ്ങനെ ഒരു സോങ് കമ്പോസ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ അപ്പം തന്നെ ഈ ഗായകൻ പാടിയാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും, അപ്പം തന്നെ നമ്മൾ എഴുതുന്ന ടൈമിൽ തന്നെ നമ്മുടെ ഞാൻ എന്നോമൽ നിധിയല്ലേ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഓൾറെഡി ജോസഫ് ഇങ്ങനെ കൂടുതൽ പാട്ടിൽ വിജയ് ചേട്ടനാണല്ലോ പാടിയത്. വിരുന്നാഥനെ ആണെങ്കിലും കണ്ണത്ത ദൂരം പൂമുത്തോളെ. അപ്പോൾ എൻ്റെ മനസ്സിൽ 2 സോങ്സ് ഉണ്ട് അതിൽ. ഒന്ന് കാർമേഘം മൂടുന്നു എന്ന് പറഞ്ഞ പാട്ട്, രണ്ടും വിജയ് ചേട്ടൻ പാടണമെന്നായിരുന്നു കമ്പോസ് ചെയ്യുമ്പോൾ എൻ്റെ തലയിലുണ്ടായിരുന്നത്. പിന്നെ അത് മാറിയിട്ട് ഓപ്ഷൻസ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഓൾറെഡി ജോസഫിൽ അദ്ദേഹം പാടിയത് കൊണ്ട് നമുക്കിതിൽ ഒന്ന് മാറ്റി ചിന്തിക്കാമെന്നും ചിന്തിക്കാൻ തുടങ്ങി. വിജയേട്ടനെ ഇതൊന്നും അറിയില്ല കേട്ടോ. വിജയേട്ടനോട് ഇതൊന്നും കൺവേ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഹരിചരൺ ചിന്തിച്ചായിരുന്നു എന്നോമൽ നിധിയിലേക്ക് വേണ്ടിയിട്ട്. സുരേഷ് ചേട്ടൻ പറഞ്ഞത് ഈ 2 പാട്ട് ഇവൻ എന്നെ പാടിക്കൂടെ എന്ന് ചോദിച്ചു നിതിനോട്, സംവിധായകനോട്. ഡമ്മി ഞാൻ പാടിയത് കേട്ടിട്ട് സുരേഷ് ചേട്ടൻ ചോദിച്ചത് ഇവൻ എന്നെ ഈ 2 പാട്ടും പാടിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹരിചരൺ പാടി നന്നാവുമെന്ന് സുരേഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുരേഷ് ചേട്ടൻ സജസ്റ്റ് ചെയ്ത വേറൊരു ഗായകനായിരുന്നു കാർമേഘം മൂടുന്നു എന്ന് പറഞ്ഞ ഇതിൽ തന്നെ വേറെ പാട്ട് ചിത്ര ചേച്ചിയാണ് ആ പാട്ട് പാടിയത്. അതിൽ സുരേഷ് ചേട്ടൻ കോടീശ്വരനിൽ ഒരു ആൾക്ക് ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി സന്തോഷ് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം കുറച്ച് കാലിന് വയ്യാത്ത ഒരാളൊക്കെയാണ്. അപ്പോൾ പുള്ളി വീൽ ചെയറിലൊക്കെയാണ് വന്നതൊക്കെ. അദ്ദേഹത്തിന് നമുക്ക് പാടിപ്പിക്കാൻ പറ്റി, നന്നായിട്ട് പാടി. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു കാര്യം കൂടെ ആ സിനിമയിൽ എനിക്ക് ചെയ്യാൻ പറ്റി. ഇപ്പം ഇന്ന് പല ആൾക്കാരും നമ്മുടെ പണ്ടത്തെ എവർഗ്രീൻ സോങ്സ് ഒക്കെ വേറെ പല അല്ലേ റീക്രിയേറ്റഡ് വേർഷൻ എന്ന് പറയും, അതിൽ ചിലതിന്റെ ഭംഗി നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നു. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും വിഷമം തോന്നാറുണ്ടോ നമുക്കൊക്കെ? അറിയില്ല, അവരുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞാലും അങ്ങനെ പറയുള്ളൂ. അതിന്റെ കുഴപ്പം എന്താന്ന് വെച്ചാൽ പുതിയ കുട്ടികൾക്ക് ചിലപ്പോൾ ഇതിന്റെ ഒറിജിനൽ വേർഷൻ കേട്ട് കാണത്തില്ല. അവിടെ പ്രശ്നം. അതെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒറിജിനൽ വേർഷൻ കേട്ടിട്ട് ആ ബ്യൂട്ടിഫുൾ വേർഷൻ കേട്ട് ഇതല്ല ഇത് ഇപ്പോഴത്തെ പാട്ടല്ല, ഇത് ഇങ്ങനെയൊന്നും അല്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സോളില്ലാത്ത കൊണ്ടാണ്. അപ്പോൾ ആ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ അതിന്റെ ക്രിയേറ്റേഴ്സ് അനുഭവിച്ച മാനസിക വിഷമങ്ങൾ വളരെ വലുതായിരിക്കും. അപ്പൊ അതെന്താണെന്നൊന്നും അറിയാതെ ചുമ്മാ കേൾവി മാത്രം വെച്ച് പാടുമ്പോൾ പ്രശ്നമാണ്. ചിലത് നല്ല രസം ഉണ്ടാവാറുണ്ട്, കേട്ടിരിക്കുക നമ്മൾക്ക് വേറൊരു ഫീൽ കിട്ടും. പക്ഷെ ചില മ്യൂസിക്സ് ഉണ്ടല്ലോ എവർഗ്രീൻ, നമ്മുടെ ദാസേട്ടനൊക്കെ പാടി വെച്ചതിനെ കൊന്നു കളയാന്നൊക്കെ പറയല്ലേ ലിറ്ററലി. നമ്മൾക്ക് തന്നെ വിഷമം തോന്നി ഇവരെന്തായാലും സംഭവിക്കാറുണ്ട്. അത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ്. അതേപോലെ തോന്നിയിട്ടുള്ളത് അങ്ങനെ പറയാൻ പാടില്ല, ചില സിംഗേഴ്സ് നമ്മുടെ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് നല്ല സോങ്സ് അവർ തന്നെ പാടിയ സോങ് ആണ്, അതിന് കൊളമാക്കി തന്നിട്ട് പോയി പെർഫോമൻസിൽ. നമ്മൾ ഓഡിയൻസ് ആയിട്ടിരിക്കുമ്പോൾ പറയും ഇങ്ങർക്ക് ഇത് എന്തിന്റെ ആവശ്യമുണ്ടായിരുന്നു, എത്ര നല്ലൊരു പാട്ട്, നല്ലൊരു പാട്ടിനെ നശിപ്പിച്ച് കളയാ. അവര് തന്നെ നല്ലവനായിരുന്നു, പിന്നെ ഇടയ്ക്ക് എന്തോ പറ്റിയതാ. അല്ല അതൊക്കെ ഒരു അല്ലെ പാട്ടിന്റെ സോളിനെ കില്ല് ചെയ്യുന്ന സംഭവം വർക്കൗട്ട് ആവില്ല. അതെ, പക്ഷേ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ചില സമയത്ത് നമ്മുടെ ഈ അഭിനേതാക്കളെ കൊണ്ട് ആക്ടേഴ്സിനെ കൊണ്ട് പാടിപ്പിക്കാറുണ്ടല്ലോ സോങ്സ്. അപ്പൊ എന്ത് ഡിഫറൻസ് ആണ് തോന്നിയിട്ടുള്ളത്? ഇപ്പം അതൊരു ചലഞ്ച്. ഞാൻ അങ്ങനെ അധികം പേര് ജോയി ചേട്ടൻ പാടിയിട്ടുണ്ട് ഫസ്റ്റ് പടത്തിൽ തന്നെ പാടവരമ്പത്തിലൂടെ. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പാടിയിട്ടുണ്ട്. വിഷ്ണു ഇതില് നിത്യഹരി നായകനിൽ ധർമ്മജൻ ചേട്ടനും പാടിയിട്ടുണ്ട്. ധർമ്മചേട്ടനായിരുന്നു ആ പടത്തിന്റെ പ്രൊഡ്യൂസർ. പക്ഷെ അവർക്ക് നന്നായിട്ട് പാടി എന്നുള്ളതാണ്. എനിക്ക് വിഷ്ണുവിന്റെ സിംഗിങ് ഭയങ്കര ഇഷ്ടമാണ്. വിഷ്ണു റീസെന്റ് ഒരു പടത്തിൽ എന്റെ പാടി. വിഷ്ണുവിന്റെ സിംഗിങ് ഭയങ്കര റസ്റ്റിക് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ്. അത് പണ്ട് കലാഭവൻ മണിച്ചേട്ടനൊക്കെ ഡെലിവർ ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഫ്രം ദി ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് ഡയറക്റ്റ്ലി ആണ് അദ്ദേഹമൊക്കെ പാടിയിട്ടുള്ളത്. അപ്പോൾ വിഷ്ണുവിന് എന്തോ ഒരു ടെക്സ്ചർ തൊണ്ടി കിടപ്പുണ്ട്, കുറച്ച് അങ്ങനത്തെ ഫോക്ക് സിംഗേഴ്സിന്റെ ഒരു പരിപാടി കിടപ്പുണ്ട് വിഷ്ണുവിന്. പക്ഷെ അത് അറിഞ്ഞിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇല്ല, നമുക്ക് മനസ്സിലാവും. ഞാൻ റീസെന്റ് വിഷ്ണുനോട് പറഞ്ഞു, വിഷ്ണുവിന് പോലും അറിയാത്തൊരു രഹസ്യം വിഷ്ണു നല്ലൊരു ഗായകനാണ്. ആ ഒരു നാടൻ സംഭവം വരുമല്ലോ അല്ലേ നമുക്ക് വളരെ. ഓക്കെ, അപ്പൊ ഞാൻ പറയണത് അടുത്തത് മാളികപ്പുറം. നമ്മളെല്ലാവരും തിയേറ്ററിൽ സോങ്സും മൂവിയും അതേപോലെ പിടിച്ചിരുത്തിയാണ്. മൈ ഫേവറേറ്റ് ഉണ്ണിച്ചേട്ടൻ്റെ മൂവി ആയതുകൊണ്ട് തന്നെ അതിലെ സോങ്സ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോഴതിൽ സജു കുറിപ്പ് നമ്മുടെ ഷൈജു ചേട്ടൻ്റെ ആ ഒരു ഫീലിങ്സ് കംപ്ലീറ്റ്ലി കൊണ്ടുവന്ന നങ്ങേലിപ്പൂവിൽ ഒരു അച്ഛൻ്റെ വാത്സല്യം കംപ്ലീറ്റ്ലി ഡെലിവർ ചെയ്യാൻ പറ്റി. ആ സോങ് ആ സോങ്ങിന്റെ വഴിയിലോട്ട് തിരിഞ്ഞു നോക്കാം. നങ്ങേലിപ്പൂവേ എനിക്ക് നമ്മുടെ ഡയറക്ടർ വിഷ്ണു ചില ഐഡിയാസ് ആ പാട്ടിന് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ വാല്യൂബിൾ ആയിരുന്നു.
പിന്നെ അത് കൂടാതെ ഹരിനാരായണൻ ചേട്ടൻ്റെ വരികൾ ഭയങ്കരമായിട്ട് അതിൽ കണക്ട് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അധികം സമയം എല്ലാ പാട്ടുകളും കമ്പോസ് ചെയ്ത് കഴിഞ്ഞു. ഈ പാട്ട് മാത്രം ലാൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നൊരു അവസ്ഥയായിരുന്നു. ഓക്കെ. പക്ഷെ ഇത് കമ്പോസിങ്ങിൽ ഇരുന്നിട്ട് പടപടപടയെന്ന് പല്ലവി അനുപല്ലവിയൊക്കെ ആയി കൂടുതൽ ചിന്തിക്കാതെ. പക്ഷെ ആ പാട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അത് ബാക്കി പാട്ടിലൊക്കെ കഴിഞ്ഞിട്ടും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് ഈ പാട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷൂട്ടിൻ്റെയൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ പാട്ട് എനിക്ക് ഡമ്മി കൊടുക്കാൻ പറ്റിയത്. പിന്നെ ഈ പടത്തിൽ ഒരു കറക്ഷനും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. മാളികപ്പുറത്തിൽ ആ ഗണപതി തുണയേറുക എന്ന് പറഞ്ഞ സോങ് മാത്രമാണ് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അതിൽ തന്നെയാണ്. ആക്ച്വലി അതൊരു ശ്ലോകം അല്ലേ അതെ നമ്മുടെ, അതെ അല്ലേ? അതെ. അയ്യപ്പന്റെ ശ്ലോകമാണ്. അതൊരു മ്യൂസിക്കിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ അത് ശരിക്കും പറഞ്ഞ ഒരു റിസ്ക് എലമെന്റ് ഉണ്ടായിരുന്നു ആ പെർട്ടിക്കുലർ സോങ്ങിന്. അതൊന്നും ചിന്തിച്ചിട്ടില്ല. റിസ്ക് ഉണ്ടോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. പാടുന്ന മുന്നേ അതിന്റെ ബാക്കിംഗ് മാത്രമായിരുന്നു ആ ഏരിയയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്തും കൂടെ ഫില്ല് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ എനിക്കറിയുന്ന ഞാൻ പ്രാർത്ഥിക്കുന്ന ശ്ലോകം അങ്ങോട്ട് പാടിയെന്നേ ഉള്ളൂ. ആലോചിച്ചിട്ട് ട്യൂൺ ആലോചിച്ചിട്ട് പോലും ഇല്ല എനിക്ക് തോന്നുന്നു. മൈക്ക് ഓൺ ആക്കി പാടിയ കാര്യങ്ങളെ ആയിരിക്കുള്ളൂ. ഒരു ഡിഫറെന്റ് ഞാൻ പറയുമ്പോൾ പലപ്പോഴും എക്സാജറേഷൻ എന്നൊക്കെ ചിലപ്പോൾ തോന്നാം, എനിക്കറിയില്ല. പക്ഷെ തള്ളുകയല്ല, ഡെഫിനറ്റ് ആയിട്ടും സംഭവിച്ച കാര്യമാണ്. അതായത് മൈക്ക് ഓൺ ആക്കിയിട്ട് ചില ട്യൂണുകൾ പാടാറുണ്ട് ഞാൻ, ഓക്കെ. ബാക്കിംഗ് കേട്ടുകൊണ്ട്. അങ്ങനെ പാടിയ ട്യൂൺ ആയിരിക്കാനാണ് സാധ്യത. എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നത്. ഭൂതനാഥ ഞാൻ ആലോചിച്ച് കമ്പോസ് ചെയ്ത ട്യൂൺ എന്നല്ല. അതൊക്കെ അവിടെ ഓൾറെഡി ഡിസൈൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അയ്യപ്പൻ്റെ പ്രൊജക്റ്റും കൂടെ ആയതുകൊണ്ട് എല്ലാം സ്പീഡായിരുന്നു. മാളികപ്പുറം 12 ദിവസം കൊണ്ടോ മറ്റാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ തീർത്തത്. പാട്ടുകളാണെങ്കിലും അങ്ങനെ ഒന്നും കോംപ്ലിക്കേഷൻസ് ഒന്നിനും സംഭവിച്ചിട്ടില്ല. എല്ലാം പെട്ടപ്പെട്ട. നമ്മൾ ഈ സോങ്സിനൊക്കെ കോപ്പിറൈറ്റ് അടിക്കുന്ന പറഞ്ഞു അല്ല, ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു നമ്മുടെ ശ്ലോകങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത്. ഇല്ല, ട്രഡീഷണൽ കാര്യങ്ങളൊന്നും കോപ്പിറൈറ്റ് അടിക്കില്ല. ആരോടും ചോദിക്കണ്ട. ഐഗിരി നന്ദിനെയൊക്കെ ഒരുപാട് ചെയ്യുന്നില്ലേ, ഞാനും കുറെ ചെയ്തിട്ടുണ്ട്. അല്ല, ഞാനിങ്ങനെ ചിന്തിക്കുന്ന കാര്യം, ഇതിനൊന്നും കോപ്പിറൈറ്റ് അടിക്കാറില്ലേ ബാക്കി എല്ലാത്തിനും? നമുക്ക് ഈ നങ്ങേലി പൂവേ സോങ്സ് രണ്ടുപേരും. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാനരികെ. ശരിക്കും പറഞ്ഞാൽ എല്ലാ പാട്ടും ഒന്നിനൊന്ന് മെച്ചമാണ്. ഭയങ്കര ഒരു മ്യൂസിക് ഡയറക്ടറിനെ ഓർത്ത് വെക്കാൻ പാകത്തിന് നമ്മൾ മുദ്ര പതിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മുടെ സുജാത ചേച്ചിയുടെ കൂടെയും ഈ പഴയ തലമുറയിലുള്ള ആൾക്കാരുടെ കൂടെയും പുതിയ ആൾക്കാരുടെ കൂടെയും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ആളാണ്. എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് എല്ലാ ആൾക്കാരും എൻ്റെ അടുത്ത് വളരെ കംഫർട്ടായിട്ട്, എല്ലാ ഗായകരും ഇതുവരെ ഞാൻ പഠിച്ച എല്ലാ ഗായകരും എനിക്ക് ഏറ്റവും സീനിയേഴ്സിനോട് എനിക്ക് കൂടുതൽ ബഹുമാനം തോന്നിയത്, ഞാൻ പുതിയ ആളായിട്ടും ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് സ്നേഹത്തോടെയാണ് എല്ലാ സീനിയേഴ്സും എനിക്ക് വേണ്ടി പാടി തന്നിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ കേട്ട് പണ്ട് ആസ്വദിച്ച മുൻ തലമുറയിലെ ഗായകരാണെങ്കിലും ഒരേ വൈബിൽ തന്നെയാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. എങ്കിലും പേഴ്സണൽ ഫേവറേറ്റ് ആരാന്ന് ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? എല്ലാവരും ആയിരിക്കും നമുക്ക് കമ്പയർ. ഇവരുടെയൊക്കെ പാട്ടിൽ കേട്ട് വളർന്ന ഒരു ചൈൽഡ്ഹുഡ് ആയിരിക്കുമല്ലോ നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇപ്പം എൻ്റെ ഇപ്പോൾ പെക്യുലർ ആയിട്ടുള്ള അപ്രോച്ചിനെ പറ്റിയിട്ട് നിമിഷ പറഞ്ഞല്ലോ. അപ്പം അതുപോലെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വേറൊരു കമ്പോസർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ വളരെ പെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങൾ നിമിഷ പറയുമല്ലോ. അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഓരോരോ പരിപാടി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരെ പിക്ക് ചെയ്യുന്നത് പാടാനായിട്ട്. പക്ഷെ ഫേവറേറ്റ് സിംഗർ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ ആരെങ്കിലും? എല്ലാവർക്കും അവരോട് ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കാശും ഹരിജിയുടെ പാട്ടിൽ കേട്ട് അതുപോലത്തെ സിംഗിങ് സ്റ്റൈലൊക്കെ അനുകരിക്കാൻ ട്രൈ ചെയ്ത് പാടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ശങ്കർജി വരുമ്പോൾ ആ പവർ എങ്ങനെ ഏത് ഗായകനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് ആലോചിച്ച് അദ്ദേഹം എങ്ങനെയൊക്കെ ആയിരിക്കും വോക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യണത്, ഹെഡ് വോയിസ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എം ജി സാറുടെ ദാസേട്ടൻ്റെ എറ പോലെ തന്നെ എം ജി സാറുടെ എറ 80s 90s ഇപ്പോഴും നമ്മളെ സന്തോഷവാനാക്കുന്ന ഒരുപാട് പാട്ടുകളെ പാടിക്കൊണ്ടിരിക്കും. ദാസേട്ടൻ ഗാനഗന്ധർവനായ ദാസേട്ടൻ. അപ്പൊ നമ്മൾ ഇവരെ കുറിച്ച് എന്ത് പറയാൻ? ഇതേപോലെ തന്നെയാണ് മ്യൂസിക് ഡയറക്ടേഴ്സ്. ചില ആൾക്കാരോട് ആരാണ് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടർ? ഞാൻ ചുമ്മാ ഫോർമാലിറ്റിക്ക് പറയുന്നല്ലാതെ പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റിയാലിറ്റി ഷോയിലൊക്കെ പറയും ഹരിഹരൻ ആവാൻ ശ്രമിക്കല്ലേ, ഹരിഹരൻ ബിക്കോസ് നമ്മൾ കുറച്ചുകൂടെ സംഗതി കയറ്റിട്ടൊക്കെ കാറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ ഹരിഹരൻ ട്രൈ ചെയ്യുമ്പോൾ. ശരിക്കും ആ ടൈമിൽ അമൃത
സൂപ്പർ സിംഗർ അതിൽ പോയിട്ടില്ലല്ലോ? ഇല്ല, പോയില്ല. അല്ല, അതിന്റെയൊക്കെ ക്ലിപ്സ് ഇപ്പോഴും കിടന്ന് കറങ്ങാറുണ്ടല്ലേ? ഉം. വന്നിട്ട് ഓരോരോ ആൾക്കാർ ഞാൻ അമൃതയിലെ സൂപ്പർ സ്റ്റാറിൽ റീസെന്റ് ജൂറി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ശരത് സാറിന്റെ അടുത്ത് ഇരിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം കിട്ടിയിരിക്കും. ഞാനും ശരത് സാറും മഞ്ജരിയും കൂടെയാണ് ഓർമ്മയുണ്ട്. കുറച്ച് എപ്പിസോഡ്സ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ജഡ്ജ് ചെയ്യാനായിട്ട്. അത് ഭയങ്കര ഒരു ഭാഗ്യമാണല്ലേ. നമ്മുടെ പിന്നെ എന്റെ ഗുരുവായിരുന്ന ആളാണ്. ഗുരുവാണ്. നമ്മുടെ സോങ്സ് ഒക്കെ ജഡ്ജ് ചെയ്ത ഒരാളുടെ മുന്നിൽ അതേ പാനലിൽ ഇരിക്കാൻ സൈഡില് പറ്റിയ അദ്ദേഹത്തിന്റെ സീറ്റിന്റെ അടുത്ത് എനിക്കൊരു സീറ്റ് വന്നപ്പോൾ അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഞാൻ ചിന്തിക്കാറുണ്ട് ഈ ഓഡീഷനൊക്കെ പോകുന്ന സമയത്ത് ഇതുണ്ടല്ലോ ഇപ്പോഴും വൈറലായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക. പഴയ ആൾക്കാർ പാടി അവരെ കളിയാക്കി വിട്ട ആൾക്കാർ അന്ന് ദീപക്കേട്ടനൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം അല്ലേ? ആ ചേട്ടനൊക്കെ പ്രത്യേകിച്ച് രീതിയിൽ ഉറങ്ങിയിട്ടൊക്കെ കഴിഞ്ഞു മോനെ. ആ ഒരു അതൊക്കെ അപ്പഴേ നമ്മൾ പറഞ്ഞ പോലെ ഈ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനുള്ള ഒരു വലിയ പരിപാടിയാണ്. അവർ അതും അതിജീവിച്ച് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി അവരത് കൊളാബ് ഇട്ടിട്ട് ഇൻസ്റ്റയിലൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വലിയ വേറെ ലെവൽ ആയിട്ടുണ്ട്. നമ്മുടെ ഷെയ്ൻ നിഗം അതേപോലെ വന്നതാ. നിന്നിൽ നല്ലൊരു ഡാൻസർ ഉണ്ടെന്ന് പക്ഷെ അവര് പറഞ്ഞിരുന്നു. ഞാൻ ഒരിക്കൽ ആദ്യമായിട്ട് ഈ സ്റ്റാർ സിംഗറിൽ ഒരു ജാക്കറ്റ് ഒക്കെ ഇട്ട്, ഒരു ലെതർ ജാക്കറ്റ് ഒക്കെ ഇട്ട് ഒരു പെർഫോം ചെയ്തു. വലിയ കണ്ണാടിയൊക്കെ വെച്ച് എല്ലാവരും പറയും വോൾവോ ബസ് വരുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയുമായിരുന്നു. അപ്പൊ ആ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എന്നെ കൊണ്ട് വന്ന് പറയും ഷെയ്ൻ നിഗമാ. ഷെയ്ൻ ചെറിയ പയ്യനാ, പുളിയായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഷെയ്ൻ നിഗം വന്ന് പറയുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഷെയ്ൻ നിഗത്തെ കാണുന്ന ഇത്ര ഹീറോ ആയിട്ടാണ്. അപ്പോൾ ഇതവനല്ലേ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അന്ന് ഞാൻ 19 years ഉള്ളൂ സ്റ്റാർ സിംഗർ. പക്ഷെ ഷെയ്ന സമയത്ത് വല്ല 10 വയസ്സുണ്ടാവുമായിരിക്കും. അപ്പൊ അവൻ അന്ന് സെൻസ് എന്റെ ഡ്രസ്സിങ്ങിനെ പറ്റിയൊക്കെ വന്ന് പറഞ്ഞു, കൊള്ളായിരുന്നു, അടിപൊളി ജാക്കറ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി ബോളിവുഡിലോട്ട് തന്റെ തെലുങ്കിലും തമിഴിലും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടല്ലേ? എന്ത് ഡിഫറൻസ് ആണ് തോന്നിയത് മലയാളത്തിൽ നിന്ന്? ഞാൻ തെലുങ്ക് ഭയങ്കര കമേഴ്ഷ്യൽ പാക്കേജ് ആണ്. നമ്മുടെ നായാട്ടിന്റെ റീമേക്ക് ആണ് തെലുങ്കിൽ ഞാൻ ചെയ്തത്, കോട്ട പൊമ്മളി PS എന്ന് പറഞ്ഞിട്ട്. അത് ഗീത ആർട്സ് ആണ്, അല്ലു അർജുൻ സാറുടെ അച്ഛൻ അല്ലു അരവിന്ദ് സാറാണ് പ്രൊഡ്യൂസർ. നല്ലൊരു എൻട്രി ആയിരുന്നു അത്. മാളികപ്പുറം കണ്ടിട്ട് അവർ വിളിച്ചതാണ്. പക്ഷേ നായാട്ട് കണ്ടിട്ട് ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ആ പടം അപ്രോച്ച് ചെയ്തത് തെലുങ്ക്. പക്ഷെ അവർ പ്യൂർലി കമേഴ്ഷ്യലൈസ് ചെയ്തിട്ടാണ് മ്യൂസിക് ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് തെലുങ്കിൻ്റെ ഒരു വ്യത്യാസമാണ്. അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതായത് പക്ഷെ അതിലെല്ലാം കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ടാവണം. ഭയങ്കര എക്സ്പെരിമെന്റൽ ആവാനും പാടില്ല. ഒരു പ്രത്യേക പരിപാടിയാണ് തെലുങ്ക് ഓഡിയൻസിനെയും തെലുങ്ക് സിനിമ പീപ്പിളിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതൊരു പ്രോസസ്സാണ്. അത് കുറച്ച് ഒരു ചടങ്ങുണ്ട് അതിൽ. നമ്മുടെ ഹാർഡ് വർക്ക് നന്നായിട്ട് വേണം, ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ സെൻസിബിലിറ്റി ചിലപ്പോൾ മാറ്റി തന്നെ നമ്മൾ വർക്ക് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ഇവിടെയുള്ള ആക്ടേഴ്സ് പറയാറുണ്ടല്ലോ തെലുങ്കിൽ പോയി കഴിയുമ്പോൾ ഇവിടുത്തെ അല്ല, അവർക്ക് കുറച്ചും കൂടെ വേണം, കുറച്ചുകൂടെ കളർഫുൾ ആയിരിക്കണം. പക്ഷെ അതുകൊണ്ട് ഭയങ്കര ഗുണമാണ്, നമുക്ക് കുറെ പഠിക്കാൻ പറ്റും. കാരണം ആ ഒരു സ്റ്റൈൽ കുറച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സ്പേസ് എനിക്ക് കിട്ടിയ ആ പടത്തിൽ. ഇപ്പോഴും തെലുങ്ക് പടം ചെയ്യുന്നുണ്ട്, വരാഹ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മാളികപ്പുറം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ലാംഗ്വേജസ് പുറത്തുനിന്ന് ലാംഗ്വേജസ് വന്നതെല്ലാം മാളികപ്പുറം കണ്ടിട്ടാണ്. കാരണം മാളികപ്പുറത്തിന് കേരളത്തിൽ മാത്രമല്ല പുറത്ത് വലിയൊരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. സോങ്സ് അയ്യപ്പ മൂവി അല്ലേ, അപ്പോൾ അയ്യപ്പ ഭക്തന്മാരെല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈവൻ ഞാൻ തന്നെ പലപ്പോഴും രാംചരൺ സാറുടെയോ ഒരു മാല ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ട് റീൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഭൂതനാഥ സദാനന്ദായിരിക്കും അവരുടെ മ്യൂസിക് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത്രയും വലിയ സ്റ്റാർ നമ്മുടെ മ്യൂസിക് വെച്ചിട്ടൊക്കെ റീല് കണ്ടു. ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത്രയധികം അവരിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ആ മ്യൂസിക് ഒക്കെ. എനിക്ക് തോന്നുന്നു ബംഗാളി കൂടെ നമുക്ക് ട്രൈ ചെയ്യാം. ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. തമിഴ് ഇപ്പൊ ഹിന്ദി ചെയ്യുന്നുണ്ട്. ജോസഫിന്റെ ഹിന്ദി പപ്പയുടെ തന്നെ ഡയറക്ട് ചെയ്യുന്നു. അപ്പൊ അതിലൊരു പാട്ട് ഓൾറെഡി ചെയ്തു. സൂര്യ എന്നാണ് മൂവിയുടെ പേര്. സണ്ണി ഡിയോൾ സാറാണ് അതിൽ അഭിനയിക്കുന്നത്. ഇതൊക്കെയാണ് ഫ്യൂച്ചർ പ്രോജക്ട്സ്. അതല്ലാതെ മലയാളത്തിൽ ഹരിവരാസനം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള കുറെ പാട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊജക്റ്റ് ആണ്. അത് 2ാം തീയതി പൂജയായിരുന്നു ഹരിവരാസനം. സൈജു കുറുപ്പാണ്, സൈജുട്ടനാണ് നായകൻ. യോഗി ബാബു ഉണ്ട്. കുറച്ച് നല്ലൊരു പ്രൊജക്റ്റ് ആണ്. അതിലും ഡിവോഷണൽ ആയിട്ടുള്ള കുറച്ച് സോങ്സ്. ഡിവോഷണൽ മാത്രമല്ല, ഡിവോഷണൽ ആയിട്ടുള്ള ഒരു 3 songs ഉണ്ട്. എന്നാൽ ഡിവോഷണൽ ടച്ചുള്ള 1-2 സിനിമാറ്റിക് എലമെന്റ്സ് ഉള്ള പാട്ടുണ്ട്. പിന്നെ പ്യുവർലി അതൊന്നും അല്ലാതെ ഫാമിലി കണക്ട് ചെയ്തുകൊണ്ടുള്ള സിനിമയിലുള്ള ഡ്രാമ കണക്ട് ചെയ്തുകൊണ്ടുള്ള സോങ്സും ഉണ്ട്. പിന്നെ ഇനി വരാൻ പോകുന്ന വേറെ ഐസ് എന്നൊരു സീരീസ് റിലീസ് ചെയ്യാൻ പോകുന്നു സോണി ലിവില്. അത് ഓൾറെഡി കുറച്ചായി ചെയ്തിട്ട് അതിന് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ.
ബോബി സഞ്ജയ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റൈറ്റേഴ്സാണ്. അവരുടെ റൈറ്റിങ്ങിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടുത്ത സംവിധായകൻ മനു അശോകൻ, അവർ ആ കോമ്പിനേഷനിൽ ആഫ്റ്റർ കാണെ കാണെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊജക്റ്റാണ്. TR ഷംസുദ്ദീനാണ് പ്രൊഡ്യൂസർ, കാണെ കാണയുടെ പ്രൊഡ്യൂസർ തന്നെ. അപ്പോൾ സെയിം ടീം തന്നെ ഒന്നിച്ച ഒരു പ്രൊജക്റ്റാണ് ഐസ്. അതും വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള പ്രൊജക്റ്റായിരുന്നു. എനിക്ക് അത്രയും ചെയ്യാനുണ്ടായിരുന്നു. ഒരു സൈക്കോളജിക്കലി ട്രാവൽ ചെയ്യേണ്ട കുറേ, ആസ് എ മ്യൂസീഷ്യൻ എന്നതിലുപരി ആസ് എ ഹ്യൂമൻ കുറേ ചിന്തിച്ച് ട്രാവൽ ചെയ്യേണ്ട കുറേ എലമെൻറ്റ്സ് ആ പ്രൊജക്റ്റിലുണ്ട്. ഓക്കെ. അപ്പോൾ എനിക്കൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള പ്രൊജക്റ്റായിരുന്നു. നമ്മുടെ പണ്ടത്തെ ഫിലിംസിലൊക്കെ ഒരുപാട് സോങ്സ് ഉണ്ടാവാറുണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ 1 or 2 സോങ്സിൽ ഒതുങ്ങും. അതെ. അതൊരു ആസ് എ മ്യൂസിക് ഡയറക്ടർ ഓർ സിംഗർ അത് ചലഞ്ചിങ് ആണോ? പക്ഷെ അതിൻ്റെ ആ പേര് ദോഷം മാറ്റാൻ ഹരിവരാസനും വരുന്നുണ്ട്. 6 പാട്ട് ഇപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനിയും പാട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് നല്ലതാണ്. ഇനി പഴയതുപോലെ ഒരുപാട് സോങ്സും നമ്മുടെ ഫിലിംസിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. മാളികപ്പുറത്തിലെ കുറേ പാട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മാളികപ്പുറത്ത് 5 പാട്ട് ഉണ്ട് മാളികപ്പുറത്തില്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലെല്ലാം പാട്ടുകൾ പോലെയാണ്. സത്യം, പണ്ടൊക്കെ ഒരുപാട് ഉണ്ടാവും. നമുക്കൊരു സോങ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ സങ്കടം വന്നാലൊന്ന്, ഒരാൾക്ക് ഒരാളോട് പ്രണയം അത്രയധികം ഡ്രാമ ഇപ്പൊ ആക്കുന്നില്ലല്ലോ, അതാണ് കാര്യം. ഇപ്പൊ കുറച്ചും കൂടെ ജെന്യൂൻ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ഡ്രാമാസ് കട്ട് ചെയ്യാന്ന് മാത്രം ചിന്തിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കട്ടായി പോകുന്ന ചില കാര്യങ്ങളിലൊന്നാണ് പാട്ട്. അതെ. ഇപ്പൊ ഈ മ്യൂസിക് ഡയറക്ടർ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ എടുത്ത ആളുകൾക്ക് പ്രശ്നമില്ല, അല്ലാതെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അതൊരു ചലഞ്ചിങ് അല്ല. ആയിരിക്കും. പക്ഷെ ഇപ്പൊ സ്കോറിന് ഭയങ്കര സ്പേസ് അല്ലേ, ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഭയങ്കര സ്കോപ്പും സ്പേസും. ശ്രദ്ധിക്കുന്നു, സംസാരിക്കുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു. പാട്ട് പോലെ പാട്ടിനേക്കാൾ പലപ്പോഴും. അപ്പം അതുകൊണ്ട് തന്നെ മ്യൂസിഷ്യന് പ്രൂവ് ചെയ്യാൻ ഒരുപാട് സ്പേസ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ. ഇപ്പൊ പണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റി അത്രയൊന്നും സംസാരിക്കപ്പെടുമായിരുന്നില്ല. ഇല്ല. അത്രയധികം ശ്രദ്ധ കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പല പടങ്ങളിലും ഉണ്ട്. പല പടങ്ങളിലും ശ്രദ്ധയില്ലാതെ ചെയ്ത പോലെ ഫീൽ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ശ്രദ്ധിക്കാതെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയല്ലോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂസിക് ഡയറക്ടറിന് മ്യൂസിഷ്യനെ പ്രൂവ് ചെയ്യാനുള്ള വ്യക്തമായ സ്പേസും കാര്യങ്ങളും സിനിമയിലുണ്ട്. പാട്ടുകൾ കുറഞ്ഞാൽ അപ്പുറത്തെ സ്കോറിൽ പിടിക്കണം. അതെ. ഇപ്പോഴുള്ള പുതിയ സിംഗേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർ സിംഗർ എന്ന് വരുന്ന ആൾക്കാർ ആരെങ്കിലും വെച്ച് പുതിയൊരു സോങ് ട്രൈ ചെയ്യാൻ തോന്നി? ഞാൻ പാടിപ്പിച്ചു. ഞാൻ ലാസ്റ്റ് സ്റ്റാർ സിംഗറിൽ ജഡ്ജായിട്ട് പോയ സമയത്ത് അവിടെ പാടിക്കൊണ്ടിരുന്നത് ഋത്തിക എന്ന് പറഞ്ഞ കുട്ടി. അപ്പോൾ ആ കുട്ടി അന്ന് ആ കുട്ടിയുടെ കുറേ കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെയാണ് സ്റ്റേജിൽ പറഞ്ഞത്. അവർ LED സ്ക്രീനിൽ കാണിച്ചതും ആ കുട്ടിയുടെ ബാക്ക് സ്റ്റോറിയും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാനൊന്നും ആലോചിക്കാതെ തന്നെ ഓഫർ കൊടുത്ത് പാടിച്ചു. വിജയ് യേശുദാസും ഋത്തികയും കൂടെ ബോംബെ പോസിറ്റീവ് എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോകുന്നൊരു മൂവിയാണ് ലുക്മാൻ്റെ. ആ പ്രൊജക്റ്റിൽ തൂമഞ്ഞു പോലെൻ്റെ കൺപീലിയിൽ എന്ന് പറഞ്ഞൊരു സോങ് ഓൾറെഡി ഇറങ്ങിയ ആ പാട്ട് പാടിപ്പിച്ചു. അതിനുശേഷം ലാസ്റ്റ് ടൈം വീണ്ടും ഞാൻ സ്റ്റാർ സിംഗറിൽ ഗസ്റ്റായിട്ട് പോയി, ജൂറി ആയിട്ട് പോകാൻ പറ്റി. അപ്പോൾ അവിടെ വെച്ചിട്ട് ചിത്ര ചേച്ചി പാടിയ ഒരു പയ്യൻ, അപ്പോൾ ആ പയ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നീ മെലഡി പാടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം എന്ന് പറയുമ്പോൾ ചിത്ര ചേച്ചി പറഞ്ഞു ഇപ്പോൾ തന്നെ പാടിക്കുമെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് പാടിപ്പിച്ചു. ചെമ്പക പുഷ്പ സുവാസിതയാമം എന്ന് പറഞ്ഞാൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സോങ് അവൻ പാടി. വിധുരാജ് എന്നാണ് പേര്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ വിധുവിനും ഓഫർ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും എൻ്റെ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രൊജക്റ്റിലെ വിധു പാടും. പ്രോമിസിങ് സിംഗേഴ്സ് ആണ് നമ്മുടെ ചില ആൾക്കാരുടെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ തോന്നാറുണ്ടല്ലോ. നമ്മൾക്ക് രഞ്ജിൻ ചേട്ടൻ്റെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്, ഓൾസോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സുരാജ് ചേട്ടൻ്റെ മൂവിയിലെ ആ സോങ് ഏലമലക്കാടിനുള്ളിൽ. സുരാജിന് 2 പടമുണ്ട്, കാണെ. അതിൽ പാൽനിലാവിൻ എന്ന് പറഞ്ഞ സോങ് ഉണ്ട്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഏലമലക്കാടിനുള്ളിൽ ഹരിചരണാണ് പാടിയത്. പാടാനാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾക്ക് ആ പാട്ടിനോട് കൂടെ വൈൻഡപ്പ് ചെയ്യാം. ഏലമലക്കാടിനുള്ളിൽ ഒരു 4 മണിപ്പൂ വിരിഞ്ഞേ, 4 മണിപ്പൂവരികിൽ തേൻ തുമ്പികളും കൂട്ടിരുന്നേ, തെന്നലുടയാട തന്നേ, മണി ചിന്തുമൊഴിയോതി വന്നേ, മെല്ലെയതു നാടറിഞ്ഞേ, വാനം ദൂരെയതു കണ്ടുണർന്നേ, അമ്മ മുകിലിൻ ഉള്ളു നിറഞ്ഞേ, മഴയായി പൊഴിഞ്ഞേ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് എല്ലാം ഭയങ്കര ഒന്നിനൊന്ന് ഇഷ്ടപ്പെട്ട സോങ്സ് ആണ്. ഇതൊക്കെ നമ്മുടെ ഫേവറേറ്റ് പ്ലേലിസ്റ്റ് ആണ്. പക്ഷെ സ്വന്തമായിട്ടുള്ള ഫോണിൽ എപ്പോഴും റിപ്പീറ്റഡ് വാല്യൂവിൽ കേട്ടിരിക്കുന്ന ഏതാ അതറിഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ് ഞാൻ കേൾക്കുന്ന നീ കാണുമോ
തേങ്ങുമെന്നുൾക്കടൽ. അങ്ങനത്തെ ഒരു സാഡ് സോങ് ആണ് ഇപ്പോൾ എല്ലാപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത്. പറ്റി? എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഫുൾ എനിക്ക് ഈ എന്ത് പറ്റി അറിയുന്നില്ല ഇല്ല എന്നല്ല, ഇമോഷണൽ ആയിട്ടുള്ള ട്രാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൽ കുടുങ്ങി പോകും. പിന്നെ ലൂപ്പാണ്. അതെ അപ്പോ- സത്യം. അപ്പോൾ പിന്നെ ആസൈയോർ പുൽവേലി എന്ന് പറഞ്ഞ സോങ്ങില് ആസയോർ പുൽവെളി അതിലാൺ പെണ്ണൊരു പനിത്തുളി. കേട്ടിട്ടുണ്ടോ പാട്ട്? അങ്ങനത്തെ കുറച്ച് പാട്ടുകളിലാണ് ഇപ്പോൾ ഇത് ട്രിപ്പിംഗ്. ഓക്കെ പിന്നെ രാത്രി കിടക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ലതാജിയുടെ സോങ്സ് ആണ്. ഓക്കെ. ലഗ്ജാകലെ വെച്ച് തുടങ്ങും, അടുത്ത ലൈനാകുമ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ട്. ഞാനൊരു കാലത്ത് മാറ്റി പിടിച്ചു പ്ലേലിസ്റ്റ് ഒക്കെ. ഉറങ്ങാറാകുമ്പോൾ മെലഡി അല്ലേ കേൾക്കുന്നത്, അതിന് പകരം നല്ല ഹിറ്റ് സോങ്സ് ഒക്കെ ഫാസ്റ്റ് കേട്ടിട്ട് നമ്പേഴ്സ്. ഫാസ്റ്റ് നമ്പേഴ്സ് ആയിട്ട് സ്കെഡ്യൂൾ ചെയ്തിട്ട് അങ്ങ് ഉറങ്ങുക. യൂട്യൂബിൽ സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ സ്കെഡ്യൂളിൽ പരിപാടിയൊന്നുമില്ല, അങ്ങോട്ട് ഉണക്കിയിടും. ഇടയിൽ എപ്പോഴെങ്കിലും ഉണരുമ്പോൾ ഓഫ് അതൊരു പൊക്കോട്ടെ എന്ന് വിചാരിക്കും. ഇതിനൊരു സമയം ഉണ്ടാവും, ഏകദേശം അറിയാലോ. ആ ടൈമിൽ സ്കെഡ്യൂൾ ചെയ്തിട്ട് സ്വപ്നത്തിൽ വല്ല ഡാൻസ് ഒക്കെ കളിച്ചിരിക്കാലോ. ഉറക്കം നഷ്ടപ്പെടരുത് ഇനി അതുകൊണ്ട്. ഇല്ല, അതൊക്കെ കേട്ടാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. സങ്കടമാണെങ്കിൽ ചിന്തിച്ച് അങ്ങ് പോവില്ലേ. ചിലപ്പോൾ ആ കഥാപാത്രമൊക്കെ ആയിട്ട് മാറുവേ. ഞാൻ ഇതൊന്നും കേൾക്കത്തേ ഇല്ല, മണിച്ചിത്രത്താഴിലെ സോങ് കേട്ടാൽ തീർന്ന്, ഉറങ്ങാനൊന്നും പറ്റില്ല. എന്തായാലും രഞ്ജിൻ ചേട്ടാ, ഒരുപാട് സന്തോഷം. നമ്മൾക്ക് ഇനിയും ഒരുപാട് ഹിറ്റ്സ് തരിക നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഷുവറായിട്ട് ഹരിവരാസനം ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നല്ല പാട്ടുകളുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.